എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എനിക്ക് വെയിറ്റ് കുറച്ചേ മതിയാവും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ അതിലൊരു അപകടമുണ്ട്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ രാഹുൽ ഫ്രം MCR ഡയബറ്റീസ് ആൻഡ് ഐ ക്ലിനിക്. രണ്ട് രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലും ചെയ്യാം, മോശം രീതിയിലും ചെയ്യാം. ആദ്യം മോശം രീതിയിൽ പറയാം. നമ്മളിൽ പലരും ഈ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. എങ്ങനെയാണെന്നല്ലേ? പട്ടിണി കിടന്നും പ്രോപ്പർ പ്രോട്ടീൻ ഇൻടേക്കും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഇല്ലാതെ കാലറി മാത്രം കട്ട് ചെയ്താൽ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞേക്കാം. പക്ഷേ അതിന്റെ കൂടെ നിങ്ങളുടെ മസിൽ മാസും ബോൺ ഡെൻസിറ്റിയും ഒക്കെ കുറഞ്ഞു പോയേക്കാം. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്ന വെയിറ്റ് ലോസ് മോശമാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടും ഒപ്പം ആരോഗ്യം ഇംപ്രൂവ് ചെയ്തുകൊണ്ടും എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കാം. കാര്യം വളരെ സിമ്പിൾ ആണ്. സാധാരണ നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ഡയറ്റിൽ ഉണ്ടാക്കാൻ ചെയ്യുന്ന സെയിം പ്രോസസ്സിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 10,000 സ്റ്റെപ്സ് നടക്കാൻ പറ്റിയ സൂപ്പർ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കൃത്യമായിട്ടുള്ള ഉറക്കം. അപ്പൊ എന്ത് സംഭവിക്കും? വെയിറ്റ് ലോസിനൊപ്പം നമ്മുടെ മസിൽ ഡെൻസിറ്റി കൂടും, മസിൽ സ്ട്രെങ്ത് കൂടും. മൊത്തത്തിൽ പറഞ്ഞ ആരോഗ്യത്തോടെ വെയിറ്റ് കുറയ്ക്കാം. അപ്പൊ എങ്ങനെയാ നല്ല ആരോഗ്യത്തോടെയുള്ള വെയിറ്റ് ലോസ് ജേണി നമുക്ക് തുടങ്ങിയാലോ? ഈ യാത്രയിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം.